നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വി.ഡി. സതീശനെതിരെ പി.വി. അൻവറിൻ്റെ അടുത്ത ഒളിയമ്പ്, അടുത്ത ആക്രമണം എന്തായിരിക്കും? ഉറ്റുനോക്കുന്നത് CPM-ഓ LDF-ഓ അല്ല, UDF കേന്ദ്രങ്ങൾ തന്നെയാണ്. കോൺഗ്രസിലെ സതീശൻ വിരുദ്ധരായ നേതാക്കൾ ഒരുമിച്ചു കൂടിയാണ് അൻവറിന് സതീശനെതിരെ തിരിയാനുള്ള പ്രേരണയും പിന്തുണയും നൽകിയതെന്നാണ് അണിയറ വർത്തമാനം. വി.ഡി. സതീശൻ ഒരു ഭാഗത്തും കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, K മുരളീധരൻ, K സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ഒരു ഭാഗത്തുമായി കോൺഗ്രസ് അൻവറിൻ്റെ കാര്യത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അൻവറിന് സതീശനെതിരെ തിരിയാനുള്ള എല്ലാ ശക്തിയും പ്രേരണയും നൽകിയത് K സുധാകരൻ അടക്കമുള്ള, KC വേണുഗോപാൽ അടക്കമുള്ള സതീശൻ വിരുദ്ധ നേതാക്കളായിരുന്നുവെന്നാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരം. വി.ഡി. സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ മലപ്പുറത്ത് അല്ലെങ്കിൽ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാൽ കോൺഗ്രസിൽ വി.ഡി. സതീശനെതിരെ വലിയൊരു കലാപമുണ്ടാകും. ആ കലാപം ലക്ഷ്യമിട്ടാണ് അൻവർ സതീശനെതിരെ തിരിഞ്ഞതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പി.വി. അൻവറെ മത്സരിപ്പിക്കാതിരിക്കുക എന്നത് സതീശൻ്റെ മാത്രം തന്ത്രമായിരുന്നു. മുസ്ലിം ലീഗും PK കുഞ്ഞാലിക്കുട്ടിയും ആഞ്ഞു പിടിച്ചിട്ടും വി.ഡി. സതീശൻ വഴങ്ങാൻ തയ്യാറായില്ല. അൻവറിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും അൻവർ വിശ്വാസ്യതയില്ലാത്ത നേതാവാണെന്നും പിണറായിക്കെതിരെ തിരിഞ്ഞ പോലെ ഒരു പക്ഷേ നാളെ തനിക്കെതിരെ തിരിയുമെന്നും വി.ഡി. സതീശൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ കണക്ക് കൂട്ടി. അതുകൊണ്ട് തന്നെ അൻവറിനെ അടുപ്പിക്കാതിരിക്കാൻ അദ്ദേഹം ആദ്യമേ ശ്രമിച്ചു. ആര്യടൻ ഷൗക്കത്താണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെങ്കിൽ UDF നിഷ്പ്രയാസം വിജയിച്ചു കയറുമെന്ന് വി.ഡി. സതീശന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ കാര്യത്തിൽ സതീശൻ കടുംപിടുത്തം പിടിച്ചു. ലീഗിൻ്റെ നേതാക്കളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും K സുധാകരനെയും KC വേണുഗോപാലിനുമൊക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ അൻവറിനെതിരെ തിരിഞ്ഞത്, അൻവറിനെ അടുപ്പിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും സതീശനോട് അനൽപമായ ദേഷ്യവും പകയുമുണ്ട്. UDF-ൽ താൻ പറയുന്നതേ നടക്കുകയുള്ളൂ എന്ന വി.ഡി. സതീശൻ്റെ കടുംപിടുത്തം അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയത് മുസ്ലിം ലീഗിനെ തന്നെയായിരുന്നു. സാധാരണഗതിയിൽ PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിലെയും ലീഗിലെയും മറ്റ് UDF നേതാക്കളെല്ലാവരും അത് അംഗീകരിക്കുകയാണ് പതിവ്. എന്നാൽ ഇവിടെ വി.ഡി. സതീശൻ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പി.വി. അൻവറിനെ UDF-ലേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം പറയുന്ന കണ്ടീഷൻസ് അംഗീകരിച്ച് അദ്ദേഹത്തെ UDF-ൽ എത്തിച്ചിട്ട് വിജയിക്കുന്ന ഒരു സീറ്റ് നൽകാമെന്നും ഒക്കെ ആയിരുന്നു PK കുഞ്ഞാലിക്കുട്ടി വെച്ച നിർദ്ദേശങ്ങൾ. എന്നാൽ സതീശൻ ആ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. ആര്യടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഷൗക്കത്തിന് വേണ്ടി പി.വി. അൻവർ ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തെ UDF-ൽ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കുന്ന കാര്യം ആലോചിക്കാമെന്ന ഒറ്റ വാചകം മാത്രമാണ് അത്രേ വി.ഡി. സതീശൻ പറഞ്ഞത്. ഇതോടുകൂടി പി.വി. അൻവറിനെ നിലവിട്ടു. PK കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും K സുധാകരനും KC വേണുഗോപാലിനുമൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായി. ആദ്യമാണ് അവർ ഇത്തരത്തിലൊരു അവസ്ഥ നേരിടുന്നത്. കാരണം PK കുഞ്ഞാലിക്കുട്ടിയും KC വേണുഗോപാലൊക്കെ വിചാരിച്ചാൽ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും എന്തും നടക്കുമെന്നുള്ള അവസ്ഥയായിരുന്നു. അതിനെയാണ് വി.ഡി. സതീശൻ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യുക മാത്രമല്ല, താൻ പറഞ്ഞെടുത്ത് UDF-നെ കൊണ്ടുവരികയും ചെയ്തു. അൻവറിനെ വഴിയാധാരമാക്കുന്ന അവസ്ഥയിലുമായി. ഏതായാലും ഈ പക പി.വി. അൻവർ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ സതീശനെ നിയമസഭയിൽ വെച്ച് അന്ന് ആക്രമിച്ചത്, കാരണം സതീശൻ 200 കോടി രൂപയോ മറ്റോ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് കടത്തി എന്നൊക്കെയുള്ള ആ ഒരു ആരോപണം, പിണറായി വിജയൻ്റെ നിർബന്ധം മൂലമാണ് അൻവർ ആ ഒരു ആരോപണം ഉന്നയിച്ചതെങ്കിലും ശരിക്കും അത് സതീശൻ്റെ മനസ്സിൽ കൊണ്ടു. അദ്ദേഹം അന്ന് മുതൽ കാത്തിരിക്കുകയായിരുന്നു പി.വി. അൻവറെ കയ്യിൽ കിട്ടാൻ. പി.വി. അൻവറെ UDF-ൽ എത്തിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അടുക്കളപ്പുറത്ത് നിർത്തിയതല്ലാതെ അടുപ്പിക്കാൻ സതീശൻ തയ്യാറായില്ല. അത് വി.ഡി. സതീശൻ്റെ കരുത്ത് തന്നെയാണെന്നാണ് സതീശൻ അനുകൂലികൾ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, PK കുഞ്ഞാലിക്കുട്ടിയെയും KC വേണുഗോപാലിനെയും K സുധാകരനെയും മുരളീധരനെയും എല്ലാം മറികടന്ന് UDF-ൽ ഒരു തീരുമാനമെടുത്ത് വിജയിപ്പിക്കാൻ തനിക്ക് ആകുമെന്ന് വി.ഡി. സതീശൻ തെളിയിച്ചു. ഏതായാലും ഇനി സതീശൻ്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നത് CPM-ഓ പിണറായി വിജയനോ അല്ല, മറിച്ച് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും പ്രമുഖ നേതാക്കളായിരിക്കും. നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് തോൽക്കുകയോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മാർജിൽ ജയിക്കുകയോ ചെയ്യുന്ന അന്തരീക്ഷം ഉണ്ടായാൽ അത് സതീശന് നേരെ തിരിയാനുള്ള ലീഗിലെയും കോൺഗ്രസിലെയും സതീശ വിരുദ്ധ നേതാക്കൾക്ക് കരുത്താകുന്ന കാര്യത്തിൽ തർക്കമില്ല.